കാൽനടയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. തിരുവനന്തപുരം നഗരത്തിൽ മാത്രം ഒരു മാസത്തിനിടെ 641 കേസുകൾ മോട്ടോർ വാഹന വകുപ്പ് രജിസ്റ്റർ ചെയ്തു. സീബ്ര ലൈൻ ലംഘനത്തിന് 2000 രൂപ വീതം പിഴ ചുമത്തിയതായും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. വാഹനാപകടത്തിൽ മരിക്കുകയും ഗുരുതരമായി പരുക്കേൽക്കുകയും ചെയ്യുന്ന കാൽനടയാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലായിരുന്നു സുരക്ഷ ഉറപ്പാക്കണമെന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. തിരുവനന്തപുരം നഗരത്തിൽ മാത്രം മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് നടത്തിയ പരിശോധനയിൽ 641 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. സീബ്ര ലൈൻ ലംഘനത്തിന് 2000 രൂപ വീതം പിഴ ചുമത്തി. നഗരത്തിൽ കേശവദാസപുരം മുതൽ ഈസ്റ്റ് ഫോർട്ട് വരെയുള്ള സ്ഥലങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ നിയമലംഘനം നേരിട്ട് കണ്ടെത്തി പിഴ ചുമത്തിയത്. സീബ്ര ലൈനുകൾക്ക് മുൻപിൽ സുരക്ഷിതമായ അകലത്തിൽ വാഹനങ്ങൾ നിർത്താതിരിക്കുക, സീബ്ര ലൈനിൽ യാത്രക്കാർ നിന്നാൽ പോലും വാഹനങ്ങൾ നിർത്തിക്കൊടുക്കാതെ ഓടിക്കുക, റെഡ് സിഗ്നൽ മറികടക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്കായിരുന്നു പിഴ. മാഞ്ഞുപോയ സീബ്ര ലൈനുകൾ പുനഃസ്ഥാപിക്കണമെന്നും പുതിയ സിഗ്നൽ സംവിധാനം ഒരുക്കണമെന്നും എൻഫോഴ്സ്മെന്റ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ 10 മാസത്തിനിടെ നിരത്തിൽ ജീവൻ നഷ്ടമായത് 851 കാൽനടയാത്രക്കാർക്കാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തരം മരണങ്ങളുടെ തോത് 20% കൂടിയത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.